എൻ്റെ പേര് അമ്മിണി മാത്യു. ഞാൻ ആര്യപ്പറമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. ആവിലയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇതെഴുതുന്നത്. എൻ്റെ മകൾ ലാലിക്ക് ബ്രസ്റ്റിൽ മുഴകൾ കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പോയപ്പോൾ ക്യാൻസർ ആണെന്ന് കണ്ടെത്തുകയും 2 മുഴകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇനിയും ഓപ്പറേഷൻ വേണമെന്നും മറ്റു മുഴകൾ നീക്കം ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ ആവിലയിൽ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, അമ്മച്ചി വിഷമിക്കേണ്ട, പ്രാർത്ഥിച്ചാൽ മതിയെന്നും അച്ഛനും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നും പറഞ്ഞു. ഞാനും എൻ്റെ മകളും ഈശോയുടെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചു. ആവിലയിൽ സാക്ഷ്യം എഴുതിയിടാമെന്നും ഇനി ഓപ്പറേഷൻ ചെയ്യുമ്പോഴേക്കും എല്ലാം മാറ്റിത്തരണമേ എന്നും പ്രാർത്ഥിച്ചു. പിന്നീട് ഹോസ്പിറ്റലിൽ പോയി ആ മുഴയും ഓപ്പറേഷൻ ചെയ്തു. എന്നാൽ അതിൽ ക്യാൻസറിന്റെ ഒരംശം പോലും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു മേജറായിട്ടുള്ള ഒരു മിറക്കിളാണ്. ആദ്യം ക്യാൻസറാണ് എന്ന് ആദ്യം ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ ക്യാൻസറാണ് എന്ന് കാണുകയും അതിൻ്റെ മുഴകൾ നീക്കം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് മറ്റ് 2 മുഴകൾ കൂടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ആ മുഴയും ഓപ്പറേഷൻ ചെയ്യണം. അതും ക്യാൻസർ ആയിരിക്കും, കാരണം ഓൾറെഡി ക്യാൻസറിൻ്റെ ഒരു ഹിസ്റ്ററി ഉള്ളതാണ്. ആദ്യമുണ്ടായിരുന്ന മുഴകൾ ക്യാൻസറസ് ആയിരുന്നു, ഇനിയുള്ള മുഴകളും ക്യാൻസറസ് തന്നെ ആയിരിക്കും എന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ തീരുമാനിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ കുടുംബം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിനുശേഷം അവർ വീണ്ടും ആശുപത്രിയിൽ പോയി ആ മുഴകൾ സർജറി ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിപ്പോൾ ആ മുഴകളിൽ ക്യാൻസർ ഇല്ല എന്ന റിപ്പോർട്ട് ലഭിക്കാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എൻ്റെ പേര് അഞ്ജു ശമൽ, സ്ഥലം ഇരിട്ടി. എൻ്റെ ഭർത്താവിന് ലഭിച്ച അനുഗ്രഹമാണ് ഈ സാക്ഷ്യം. മാർച്ച് 7-ാം തീയതി എൻ്റെ ഭർത്താവിനെ ഒരു കേസിൽ കുടുക്കി ജയിലിലായിരുന്നു. ജാമ്യം ലഭിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. വ്യാഴാഴ്ചകളിൽ ആവിലായിലെ ശുശ്രൂഷകളിൽ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. 2 പ്രാവശ്യവും ജാമ്യത്തിന് വക്കീൽ ശ്രമിച്ചിട്ടും ജാമ്യം ലഭിച്ചില്ല. ആരും തുണയില്ലാതിരുന്ന എനിക്ക് കൂട്ട് ജപമാലയും ബൈബിളുമായിരുന്നു. ഞാനൊരു ഹിന്ദുമതത്തിൽ ജനിച്ചവളാണ്. എൻ്റെ ജീവിത സാഹചര്യത്താൽ ഞാനിപ്പോൾ യേശുവിൻ്റെ നാമം പ്രാർത്ഥിക്കുന്നയാളാണ്. 2025 മാർച്ച് മാസം കഴിഞ്ഞിട്ടും ജാമ്യം ശരിയായില്ല. അതിനിടയിൽ വ്യാഴാഴ്ച ഞാൻ ആവിലയിൽ മുട്ടിൽ നീങ്ങി കരഞ്ഞ് അമ്മയോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ചു. എൻ്റെ ചേട്ടായിക്ക് ജാമ്യം അടുത്ത മാസം ഏപ്രിൽ 5-ന് ഒരു കേസിനും കൂടി അവസാന പ്രതീക്ഷയായിരുന്നു. വക്കീൽ പറഞ്ഞു, 5-ാം തീയതി കൂടി ജാമ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ 60 ദിവസം കഴിഞ്ഞാലേ പറയാൻ പറ്റൂവെന്ന് പറഞ്ഞു. ജാമ്യം ലഭിച്ചാൽ ആവിലയിൽ വന്ന് സാക്ഷ്യം എഴുതിയിടാമെന്നും മുട്ടിൽ നീന്തിക്കോളാമെന്നും അടുത്ത വ്യാഴാഴ്ച തന്നെ വന്ന് സാക്ഷ്യം എഴുതുമെന്നും ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഏപ്രിൽ 5-ാം തീയതി ശനിയാഴ്ച എൻ്റെ ചേട്ടായിക്ക് ജാമ്യം ലഭിച്ചു. ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പ്രാവശ്യം പരിശ്രമിച്ചിട്ടും ജാമ്യം കിട്ടാതിരുന്ന ഒരു പ്രത്യേക പോലീസ് കേസ് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലുകയും യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുകയും മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുകയും ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് പ്രാർത്ഥനകൾ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി കർത്താവ് അത്ഭുതകരമായ ജാമ്യം ലഭിക്കാൻ ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി എഴുതിയിരിക്കുന്നത് പോലെ ഒരു തുണയുമില്ലാത്ത എനിക്ക് കർത്താവ് തുണയായി മാറിയെന്ന് കൈയടിച്ച് നന്ദി പറയാം. എസ്തറിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനത്തിൽ എസ്തർ രാജ്ഞി പ്രാർത്ഥിക്കുകയാണ്,
അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. നമുക്ക് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. എന്റെ പേര് സനിൽ വി കെ, വീട് അമ്പലക്കണ്ടി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ജോലി തന്ന് ഈശോ എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ജോലി തടസ്സം മാറാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് ജെയിംസ്, പേരാവൂർ. എന്റെ മരുമകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. പഠിക്കാൻ പോയപ്പോൾ പാർട്ട് ടൈം ജോലി വളരെ ദൂരെയായിരുന്നു കിട്ടിയത്. അടുത്തൊരു പാർട്ട് ടൈം ജോലി ശരിയാകുവാൻ വേണ്ടി ആവില അമ്മയോടും ബന്ധിതനായ ഈശോയോടും സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി അവൾക്ക് നല്ലൊരു പാർട്ട് ടൈം ജോലി ശരിയായി. അവൾക്ക് പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിരുന്നു. ഇന്റർവ്യൂ വളരെ ബുദ്ധിമുട്ടായിരുന്നു. 45% മാർക്ക് വേണമായിരുന്നു. ബന്ധിതനായ ഈശോയോടും ആവില അമ്മയോടും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇന്റർവ്യൂവിൽ 75% മാർക്ക് ലഭിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ. പ്രിയപ്പെട്ടവരെ, പിറകിൽ ഇരുവശങ്ങളിലും ഇത്തിരി ദൂരെയൊക്കെ ആയിട്ട് ഇരിക്കുന്നവര് പരമാവധി മുൻപിലേക്ക് കയറി ഇരിക്കണമേ എന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു. എന്റെ പേര് ഡെൽന. ഞാൻ ചുങ്കക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. എന്റെ സഹോദരൻ കാനഡയിൽ സ്റ്റുഡന്റ് വിസയിൽ പോയി 6 മാസം കഴിഞ്ഞിട്ടും പാർട്ട് ടൈം ജോബൊന്നും റെഡിയായില്ലായിരുന്നു. സാമ്പത്തികമായി വല്ലാതെ ഞെരുങ്ങിയിരുന്ന എന്റെ കുടുംബത്തിന് സഹോദരന്റെ അടുത്ത വർഷത്തിലെ കോഴ്സ് ഫീ കണ്ടെത്താൻ ഒരു നിർവാഹവുമില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ ആവിലയിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും റാംസനച്ചന്റെ പ്രാർത്ഥനാ സഹായം നേടുകയും ചെയ്തു. അങ്ങനെ എന്റെ സഹോദരന് ഒരു പാർട്ട് ടൈം ജോബ് റെഡിയാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ജോലി ലഭിക്കാത്തതിനാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അച്ഛന്റെ പ്രാർത്ഥനാ സഹായം തേടുകയും ചെയ്തിരുന്നു. അങ്ങനെ കൊച്ചി ഇൻഫോ പാർക്കിലെ ഒരു നല്ല കമ്പനിയിൽ ഞാൻ ആഗ്രഹിച്ച ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരമടിച്ച് കർത്താവിന് നന്ദി അർപ്പിക്കാൻ. നല്ല ജോലി നൽകി കർത്താവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് ത്രേസ്യാമ്മ, അടയ്ക്കാത്തോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാനും എൻ്റെ കൊച്ചുമകനും മകന്റെ വീട് പണിയുവാനും ജോലി ശരിയാകുവാനും വേണ്ടി അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കായി വന്നു. അച്ഛൻ മകനോട് പറഞ്ഞു, ഈ 2 കാര്യങ്ങളും ശരിയാകുമെന്ന്. അതുപോലെ തന്നെ മകനൊരു വീടും ജോലിയും തന്ന് അനുഗ്രഹിച്ചു. ഇതുകൂടാതെ ഭയങ്കരമായ തലവേദനയുണ്ടായിരുന്നു. ആ കാര്യം അച്ഛനോട് പറയുകയും അച്ഛൻ പ്രാർത്ഥിച്ച് എൻ്റെ തലയിൽ കൈവച്ചു. എൻ്റെ തലവേദന പൂർണ്ണമായി മാറി. ആവിലയിലെ അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛന് നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അന്ധർ കണ്ടതും ചെകിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. എൻ്റെ പേര് മീര. ഞാൻ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ ഫ്രാൻസിസിന് അഡിനോയിഡിന് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഫ്രാൻസിസിനെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. ഫ്രാൻസിസ് ഈശോയുടേതാണ്, ഈശോ ഫ്രാൻസിസിനെ സ്നേഹിക്കുന്നു എന്ന് 101 പ്രാവശ്യം ചെവിയിൽ പറയാൻ പറഞ്ഞു. ഓപ്പറേഷൻ വേണ്ട എന്നും പറഞ്ഞു. ഞങ്ങൾ ഓപ്പറേഷനായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. കൊറോണയുടെ ആരംഭമായിരുന്നു. ഇന്ന് പറ്റില്ല, പിന്നെ വരാൻ പറഞ്ഞു.
പിന്നെ കൊറോണ ആയതുകൊണ്ട് പോയില്ല. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പ്രാർത്ഥിച്ച അച്ഛനും അസുഖം മാറ്റിത്തന്ന ഈശോയ്ക്കും 1 കോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അഡ്നോയിഡിന്റെ ഓപ്പറേഷൻ മെഡിക്കൽ കോളേജിൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത് കർത്താവ് തന്റെ വചനം അയച്ച് സുഖപ്പെടുത്തിയതിനെ ഓർത്ത്, കർത്താവ് തന്റെ സ്നേഹം അയച്ച് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരു രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എന്റെ പേര് അനില. വെളിമാനത്തു നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. മക്കൾ ചെറുതായതിനാൽ നേഴ്സിംഗ് ജോലി ഉപേക്ഷിച്ചിരുന്നു. വീടിനടുത്ത് ഒരു ജോലി ലഭിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആവില അമ്മയോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ചു. മുട്ടിന്മേൽ വലിയുകയും ചെയ്തതിന്റെ ഫലമായി വീടിനടുത്ത് തന്നെ ഒരു ഓഫീസിൽ ജോലി തന്ന് ആവില അമ്മയും ബന്ധിതനായ ഈശോയും അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം എനിക്ക് നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വീണ്ടും നല്ല ജോലി ലഭിക്കുന്നതിന് കർത്താവിടെ വരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് ജോജോ. തലശ്ശേരിയിലാണ് വീട്. 7 വർഷമായിട്ട് ജോലി അന്വേഷിക്കുകയായിരുന്നു. ജനുവരി മാസം മുതൽ ഞാൻ ആവില പള്ളിയിൽ വരാൻ തുടങ്ങി. അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അച്ഛൻ 29 ആഴ്ച വരാൻ പറഞ്ഞു. 12 ആഴ്ച ആയപ്പോഴേക്കും എറണാകുളത്ത് നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും അർമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒക്ടോബർ 14-ാം തീയതിയിലെ ഉരുൾനേർച്ചയുടെ നിയോഗങ്ങളിലൊന്ന് ജോലി ലഭിക്കാനുള്ള തടസ്സങ്ങൾ മാറുക എന്നതായിരുന്നു. ഒത്തിരിയേറെ മക്കൾക്ക് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കർത്താവ് ജോലി തടസ്സം മാറി നല്ല നല്ല ജോലികൾ ലഭിക്കാൻ ഇടവരുത്തുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. എന്റെ പേര് ഇന്ദിര. നെല്ലിക്കാമ്പോയിൽ ആണ് താമസം. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് വീട് കിട്ടി. ഒരുപാട് നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ചെതിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് സ്മിത. ഞാൻ തൃശ്ശിനാപ്പള്ളിയിലാണ് താമസം. എനിക്ക് 22 വർഷമായി വീടില്ലായിരുന്നു. ഞാൻ ആവില പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ഞാൻ വീടിന്റെ പണി ആരംഭിച്ചു. എനിക്ക് 1 വർഷത്തിൽ വീടായി. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ആവിലായിലെ അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. നല്ല ഭവനം കർത്താവ് നൽകിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഞാൻ മാടത്തിൽ സ്വദേശിയാണ്. എന്റെ പേര് മേഴ്സി. ആവില പള്ളിയിൽ പോയാൽ ഒത്തിരി കാര്യങ്ങൾ കിട്ടുമെന്ന് കേട്ടിട്ട് ഞാൻ 11 വ്യാഴാഴ്ച പോകാമെന്ന് സ്വന്തം തീരുമാനിച്ചു. ഞാനും എന്റെ ഭർത്താവും കൂടി 2018-ൽ റാപ്സൻ അച്ഛനെ കാണുകയും ഒരു വീട് പണിയാൻ വേണ്ടി അച്ഛനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്തു. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 2019 മെയ് 7-ന് ഞങ്ങളുടെ വീട്ടിൽ കൂടലും മകളുടെ കല്യാണവും ഒന്നിച്ചു കഴിഞ്ഞു. എന്റെ മോൾക്ക് ജോലി കിട്ടി. ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. മോന്റെ കല്യാണം കഴിഞ്ഞു. ഒരു നേഴ്സിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. കിട്ടി. മോളും ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. OET പാസ്സായി. അയർലൻഡിൽ പോയി അവിടുത്തെ എക്സാമും പാസ്സായി. സ്ഥലത്തിന്റെ രേഖയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു. അതും ശരിയായി കിട്ടി. എന്റെ സ്ഥിരമായി ഉണ്ടായിരുന്ന തലവേദനയും മാറ്റിത്തന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ അതിലുണ്ട്. ഭവനം ലഭിച്ചു, മകന്റെ വിവാഹം നടന്നു, മകളുടെ വിവാഹം നടന്നു, 2 പേർക്കും കുട്ടികളായി, വിദേശത്ത് ജോലിയായി, രോഗം മാറി. കർത്താവിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ.
അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ ഉണരാ ഉണരാ ഉണരാ. ലാലി വള്ളിത്തോട്. എൻ്റെ മോൾ BSc നഴ്സിംഗ് 4 വർഷവും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ബോംബെയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ഷിബി വാണിയപ്പാറ. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. മാർച്ച് മാസത്തിൽ മോൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ആവില അമ്മയുടെയും ബന്ധനസ്ഥനായ ഈശോയുടെയും അനുഗ്രഹത്തിനും ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം അനുകൂലമാകുന്നതിനു വേണ്ടിയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ പ്രാർത്ഥന ഈശോ കേൾക്കുകയും ഒരു പ്രശ്നവുമില്ലാതെ എല്ലാ കാര്യങ്ങളും വിജയിച്ച് മോൾക്ക് ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ സാധിച്ചു. ഈശോയെ നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ഷിജില എന്ന എൻ്റെ മകൾക്ക് ജോലി കിട്ടുവാൻ ഇവിടെ ബന്ധിതനായ ഈശോയുടെ അടുത്ത് എഴുതിയിട്ടിരുന്നു. ജോലി ലഭിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ യേശുവിന് 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ജോലി നൽകിയ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാം. ഈശോയേ. എൻ്റെ പേര് സ്നേഹ. ഞാൻ കല്ലുവയലിൽ നിന്ന് വരുന്നു. ആവിലയിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി DHA പരീക്ഷയിൽ വിജയം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകുന്ന കർത്താവിന്റെ നാമം നന്ദിയോടെ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് മോഹനൻ. പേരാവൂരാണ് സ്ഥലം. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഒരു ദിവസം രാത്രിയിൽ ഞാൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് തല കറങ്ങി വീണു. വീട്ടിൽ വേറെ ആരുമില്ലാതിരുന്നതിനാൽ രാവിലെയാണ് മറ്റുള്ളവർ അറിഞ്ഞ് ആശുപത്രിയിൽ പോകാൻ സാധിച്ചത്. അപ്പോഴേക്കും എൻ്റെ വലതു കൈയും കാലും അനക്കാൻ വയ്യാതായി തളർന്നു പോയിരുന്നു. ഡോക്ടർമാർ പറഞ്ഞത് 1 വർഷമെങ്കിലും വേണം ഇത് ശരിയായി കിട്ടാൻ എന്നാണ്. ഇതറിഞ്ഞ എൻ്റെ സഹോദരി എനിക്ക് തനിയെ എഴുന്നേറ്റ് നടക്കുവാനും എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും സാധിച്ചാൽ ആവില പള്ളിയിൽ സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് നേർച്ച നേരുകയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഒരാഴ്ചയായപ്പോഴേക്കും എൻ്റെ കാലും കൈയും അനക്കാൻ കഴിയുകയും തുടർന്ന് ഞാൻ തനിയെ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ജോർജ് മാത്യു. കീഴ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് വലിയ തുകയുടെ കടബാധ്യതയുണ്ടായിരുന്നു. ഞാൻ ഈശോയെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 100 കണക്കിന് തവണ ചൊല്ലി 1000 കണക്കിന് തവണ ഈശോയെ എന്ന് വിളിച്ചപേക്ഷിച്ചതിന്റെ ഫലമായി ഞങ്ങളുടെ നിലവിലുള്ള വീടും സ്ഥലവും വിൽക്കുന്നതിനും പുതിയൊരു വീടും കടം വീട്ടാനുള്ള തുകയും തന്ന് ഈശോ അനുഗ്രഹിച്ചു. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കരുണയുടെ പ്രാർത്ഥന ചൊല്ലി വസ്തുവിടപാട് നടന്നു. താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലവും വീടൊക്കെ വിൽക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, പുതിയ വീട് വാങ്ങിക്കാനും അതുപോലെ കടബാധ്യതകൾ തീർക്കാനും കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എൻ്റെ പേര് ലില്ലി. കോഴിക്കോട് താമസിക്കുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പെട്ടെന്ന് വലതുകാലിന് സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവപ്പെടുകയും എണീക്കാനും ഇരിക്കാനും വയ്യാതായി ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചിലപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ കൂടി കിഡ്നിയിലേക്ക് പടർന്നിട്ടുണ്ടാകും, അതുകൊണ്ട് പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു. യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. വേദന കുറയാനായി ഇഞ്ചക്ഷനുള്ള മരുന്ന് ട്രിപ്പ് ഇടാൻ തുടങ്ങി.
CT സ്കാൻ ചെയ്തു. റിപ്പോർട്ട് കിട്ടിയപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ കൂടി കിഡ്നിയിൽ ഇൻഫെക്ഷൻ ആയതാണെന്ന്. അതുകൊണ്ട് 5 ദിവസത്തെ ഇഞ്ചക്ഷൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞിട്ടും വേദന കുറയുകയോ എഴുന്നേറ്റിരിക്കാനോ കിടക്കാനോ പറ്റുന്നില്ല. യൂറിൻ ഇൻഫെക്ഷൻ കൊണ്ടുള്ള വേദനയാണെങ്കിൽ 3 ദിവസം കൊണ്ട് കുറയേണ്ടതാണ്. അതുകൊണ്ട് ഓർത്തോ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. ഓർത്തോ ഡോക്ടർ വന്ന് എക്സ്റേ എടുത്തു. 1-ാം തീയതി തന്നെ കോഴിക്കോട് നിന്നും ആവില പള്ളിയിൽ കൊണ്ടുവന്നു. ആരാധനയിലും വിശുദ്ധ കുർബാനയിലും കൂടി അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കുകയും തല തറയിൽ മുട്ടിച്ച് ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ സഹായിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടുവിനൊരു തരിപ്പ് അനുഭവപ്പെട്ടു. വീണ്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാ ദിവസവും ഈ പ്രാർത്ഥന 100 തവണ ചൊല്ലുവാനും അടുക്കളയിലും കിടക്കുന്ന മുറിയിലും പ്രാർത്ഥനാ മുറിയിലും ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ സഹായിക്കുന്നു എന്ന് എഴുതിയിടാനും ജോലി ചെയ്യുമ്പോഴെല്ലാം ഈ പ്രാർത്ഥന ചൊല്ലാനും പറഞ്ഞു. പള്ളിയിൽ പോയി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വേദനയെല്ലാം മാറി. എണീക്കാനും ഇരിക്കാനും മുട്ടുകുത്താനുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി. ഈശോ എന്നെ തൊട്ട് സുഖപ്പെടുത്തി. പിറ്റേ ദിവസം മുതൽ എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വലിയൊരു മേജർ മിറക്കിളാണ്. കോഴിക്കോട് നിന്ന് ഈ ആ സഹോദരിക്ക് വലത് കാലിൽ സഹിക്കാൻ പറ്റാത്ത വേദനയായി, എഴുന്നേൽക്കാനും ഇരിക്കാനും പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ ആശുപത്രിയിൽ ചെന്നത്. അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ കിഡ്നിയിലേക്ക് പടർന്നിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ വേദന എന്ന് പറയുകയും CT സ്കാൻ ചെയ്യുകയും അങ്ങനെ തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ 5 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും എഴുന്നേൽക്കാനോ കിടക്കാനോ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ഇവര് കോഴിക്കോട് നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ആവിലയിലേക്ക് ജൂലൈ മാസത്തിൽ 2024 ജൂലൈ മാസത്തിൽ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയിൽ വന്ന സഹോദരിക്ക് കർത്താവ് തുള്ളിച്ചാടാനും എഴുന്നേറ്റ് നടക്കാനും ഓടാനും എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കർത്താവ് സുഖപ്പെടുത്തിയ വലിയ അത്ഭുതത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോയേ, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. പ്രിയപ്പെട്ടവർ, സാക്ഷ്യത്തിന് ഇങ്ങവശത്വം ഉണ്ടായിരുന്നു. സഹോദരിക്ക് നട്ടെല്ല് തമ്മിലുള്ള ഡിസ്ക് തെറ്റിയതായിരുന്നു. അതുപോലെ തന്നെ MRI സ്കാൻ എടുത്തു. ഡിസ്ക് ബൾജായിരുന്നു. അങ്ങനെ ആയുർവേദ ചികിത്സയ്ക്ക് പോയി. അവിടെ 3 പ്രാവശ്യം മരുന്ന് വെച്ച് നടുവിന് കെട്ടിവിട്ടു. 7 പ്രാവശ്യം കെട്ടണമെന്ന് പറഞ്ഞു. 4 പ്രാവശ്യം കെട്ടിയപ്പോഴേക്കും ഛർദിയും വയറിളക്കവും ഒക്കെയായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന സ്ഥലത്ത് നിന്നാണ് ഈ സഹോദരിയെയും കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക്, ആവിലായിലെ പുണ്യഭൂമിയിലേക്ക് അമ്മ ത്രേസ്യയുടെ പ്രത്യേകമായ മാധ്യസ്ഥത യാചിച്ചുകൊണ്ട് ജൂലൈ മാസത്തിൽ നമുക്കറിയാം കർമ്മല മാതാവിൻ്റെ മാസമാണ്. കർമ്മല മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥത്തിലേക്ക് കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത് മനുഷ്യന് അസാധ്യമായത് കർത്താവ് ആ സഹോദരിക്ക് വേണ്ടി ചെയ്തു കൊടുത്തതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ഷിബി, നെല്ലിക്കാമ്പോയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി എൻ്റെ പല്ലിന്റെ ഒരു ഭാഗം അടർന്നുപോയി. ബാക്കി പകുതി ഷാർപ്പായി നിൽക്കുകയാണ്. വായ തുറക്കുമ്പോൾ കവിളിൽ കൊണ്ട് പൊട്ടുമായിരുന്നു. രാവിലെ ആയപ്പോൾ വായ തുറക്കാൻ പറ്റുന്നില്ല. കവിളെല്ലാം പൊട്ടി ഒരു വിധമായി. ആവിലയിലേക്ക് പോകണോ ഡെന്റൽ ഡോക്ടറെ കാണണമോ എന്ന് ഡൗട്ടായി. എന്തായാലും ആവിലയിലേക്ക് തന്നെ പോന്നു. ഈശോയോട് പറഞ്ഞു, പല്ല് എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് ശരിയാക്കി തരണമേ.
ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ടു. കഞ്ഞി കുടിക്കാൻ ചെന്നപ്പോൾ എനിക്ക് വായ തുറക്കാം. കഞ്ഞി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ കുടിച്ചു. എൻ്റെ വേദനയെല്ലാം പോയി. എനിക്ക് സൗഖ്യം തന്ന ഈശോയ്ക്കും ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന റാപ്സൻ അച്ഛനും 1000 നന്ദി. ഇതുവരെ എനിക്ക് ദന്തൽ ഡോക്ടറുടെ അടുത്ത് പോകേണ്ടി വന്നില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വായ തുറക്കാൻ പറ്റാത്ത വിധത്തിൽ പല്ലുവേദനയുണ്ടായിരുന്നത് കഞ്ഞി കുടിക്കാനായിട്ട് ചെന്നപ്പോൾ അത് എടുത്ത് മാറ്റി വായ തുറക്കാനും വേദനയില്ലാതെ ഇറച്ചക്കഞ്ഞി കുടിക്കാനും കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത്, സൗഖ്യം നൽകിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ആൽഫ. പയ്യാവൂറാണ് താമസിക്കുന്നത്. 1.5 വർഷമായി ഓസ്ട്രേലിയക്ക് പഠിക്കാൻ പോകാനായി ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിവിടെ പറ്റുന്ന വ്യാഴാഴ്ചകളിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2025 ഫെബ്രുവരി 21 എനിക്ക് വിസ വന്നു. ഫെബ്രുവരി 26 ഓസ്ട്രേലിയക്ക് പോകാനും സാധിച്ചു. എൻ്റെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും സാധിച്ചു തന്നതിന് ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർക്കും നന്ദി പറയുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. വിസാ തടസ്സം മാറുകയും ഓസ്ട്രേലിയയിൽ പോകാൻ കൃപ ലഭിക്കുകയും ഒക്കെ ചെയ്തതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് ശോഭ. കല്ലുവയിൽ ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത്. മകന് വേണ്ടി കുറേ 3-4 വർഷം പ്രാർത്ഥിച്ചു. 14 വർഷമായിട്ടും കൊച്ചില്ലായിരുന്നു. ഇപ്പം 14-ാമത്തെ വർഷം കൊച്ചുണ്ടായത്. ഒരസുഖമൊന്നും ഉണ്ടായില്ല. ഇതുവരെ ആയിട്ട് ഒരസുഖമില്ല. സുഖമില്ലാതെ വരുമ്പോഴൊക്കെ കുരിശുമാലയെടുത്ത് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. പിന്നെ ആവിലായിലെ പ്രാർത്ഥനയും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു കൊച്ചുണ്ടായി. ഇപ്പൊ ഇതുവരെ ഒരു അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. എന്നും അസുഖമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 13 വർഷമായിട്ട് അല്ലേ ഒരു മകള് ഉണ്ടായതിന് ശേഷം ഇതാണ് മൂത്ത മകൾ. പിന്നെ 14 വർഷങ്ങളായിട്ട് ഇവർ മറ്റൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചു. മുഖത്തോട് മുഖം നോക്കി തോളത്ത് കൈവച്ച് ഈശോയെ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് 13 വർഷത്തിന് ശേഷം ഗ്യാപ്പിന് ശേഷം ഒരു കുഞ്ഞിനെ കൂടെ, ഒരു മിടുക്കനാണ് മിടുക്കത്തെയാണ്, ഒരു മിടുക്കൻ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോയാണ് നോക്കുന്നത് കണ്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നൽകാം. പ്രിയപ്പെട്ടവരെ,